ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജാത പറയാണ്, എന്തായാലും നീ പോകാൻ തീരുമാനിച്ചതല്ലേ, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ പോകുമല്ലോ, അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാണ്. ഇതേ സമയം ശാരദയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഗംഗരെ കല്യാണം എന്തായാലും നടത്തി തരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് സുജാത പോയിട്ട് മണ്ണെണ്ണ ജഗ് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ടും തലയിൽ കൂടെ ഒഴിക്കുകയാണ്. നിന്നെ പെറ്റ കുറ്റത്തിന് ഇനി ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീതും അതുപോലെ തന്നെ ഗീതയും കൂടിയിട്ട് പിടിച്ചു വലിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇനി അമ്മ ഒഴിക്കണ്ട, ഞാനത് ഒഴിച്ച് ചത്തോളാം. എന്തായാലും ഇത്രയും കാലം അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുകയും അമ്മനെ നോക്കുകയും ചെയ്ത എനിക്ക് വേണ്ടിയിട്ട് അമ്മ തരുന്നതൊക്കെ നല്ലത് തന്നെയാണ്. എന്തായാലും മക്കളുടെ മനസ്സിലാകാത്ത എല്ലാ അമ്മമാർക്കും ഇതൊരു പാടായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് തലയിൽ ഒഴിക്കാൻ പോകുമ്പോഴത്തേനും ഗീത പിടിച്ച് വലിച്ച് വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഗീതയുടെ തലയിൽ കൂടെയും മണ്ണെണ്ണ ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് അവളെ കൊല്ലല്ലേടാ, അവൾക്കൊരു കുഞ്ഞുള്ളതല്ലേ, നീ എന്നെ കൊന്നോന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് റൂമിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് വേഗം തന്നെ ഗീത വന്നിട്ട് അകത്തേക്ക് ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് വാതിൽ പുറത്തുനിന്ന് പൂട്ടാണ് കേട്ടോ. അപ്പം അകത്തുനിന്ന് വിളിക്കുന്നുണ്ട്, എങ്കിലും ഇവർ വാതിലൊന്നും തുറക്കുന്നില്ല. ഇതേ സമയം നിവിനാണെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കിട്ടുന്നില്ല. അപ്പോഴേക്കും പൂജാരി വന്നിട്ട് പറയാണ് കേട്ടോ, കല്യാണം ഇതിൻ്റെ സമയമായി, എനിക്കിത് കഴിഞ്ഞിട്ട് വേണം വേറെ ചടങ്ങിന് പോകാനായിട്ട്, ഇനി 20 മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ പറയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ സുജാതൻ തന്നെ കാണിക്കുന്നവർ തോർത്തൊക്കെ എടുത്ത് മേലൊക്കെ തുടയ്ക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ തുടച്ചിട്ട് കാര്യമില്ലടി, ചൂടുവെള്ളം ഒഴിക്കണം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് പറയുമ്പോൾ ചൂടുവെള്ളമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ അപ്പം അമ്പരെ ഒരു അഭിനയമായിരുന്നല്ലേ ഇത്, അല്ലാണ്ട് പിന്നെ എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സലീമൊക്കെ വരാണ് കേട്ടോ. അപ്പോൾ ഗീത വന്നിട്ട് പറയുന്നുണ്ട്, എന്താ സലീം ഖാൻ ചോദിക്കുമ്പോൾ വിനീത് ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ വിനീത് ഇവിടെ ഇല്ല, കടയിലുണ്ടാവുമെന്ന് ഗീത പറയും കേട്ടോ. ഈ കടയിലില്ല, സാധാരണ താക്കോൽ എൻ്റെ കയ്യിലാണ് ഇരിക്കാറ്, പക്ഷെ ഇന്ന് വിനീതിൻ്റെ കയ്യിലായിപ്പോയി എന്ന് പറയുമ്പോൾ അയ്യോ ഇവിടെ വിനീത് ഇല്ല എന്ന് പറയുകയാണേ. അപ്പോൾ വിനീത് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നത് സലീമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സലീമൊക്കെ വേഗം തന്നെ പോയിട്ട് ബേബിക്ക് വിളിച്ച് പറയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ്. പിന്നെ നോക്കുമ്പോൾ കാണിക്കുന്നത് കാവേരി ഗംഗനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. വിനീതേട്ടൻ വരും, കല്യാണം നടക്കുന്നൊക്കെ കാവേരി പറയുന്നുണ്ട്. അന്നേരം ഗംഗ പറയുന്നുണ്ട്, ഇല്ല ഇനിയിപ്പോൾ എനിക്കതിൽ വലിയ പ്രതീക്ഷ ഒന്നുമില്ല, ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഗംഗേച്ചിനെ നിങ്ങൾ ജീവനോടെ കാണൂല. എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ടാണ് ഇനി കല്യാണം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിഷമങ്ങൾ പറയാൻ കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ ഗംഗേച്ചി എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് നിവി വന്നിട്ട് കാവേരിനെ വിളിച്ചിട്ട് പോകുകയാണ്. എന്നിട്ട് കാവേരിനോട് സംഭവങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ, വിനീതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നില്ല എന്നത്. അപ്പോൾ ഗംഗയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം, ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ശാരദയുടെ അടുത്ത് ചെന്നിട്ട് ശാരദനോട് പറയുകയാണ്, ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഈ സമയത്ത് എവിടേക്കാണ്, നീ ഇല്ലെങ്കിൽ എനിക്കൊരു ധൈര്യം ഉണ്ടാവില്ല എന്ന് പറയുകയാണെ. അന്നേരം കാവേരി പറയുന്നുണ്ട്, ഞാൻ പോയാൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ അമ്മേ, അമ്മനോട് പറഞ്ഞാൽ അമ്മൻ്റെ മനസ്സിലിരിക്കൂല എന്ന് പറയുകയാണെ. അങ്ങനെ ഉറപ്പായിട്ടും ഞാൻ വിനീതേട്ടൻ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ നിവിനും കാവേരിയും കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിവിൻ കാവേരിനോട് ചോദിക്കുകയാണ്, ഗംഗേച്ചിക്ക് ശരിക്കും വിനീതിന് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ 2 കല്യാണം മുടങ്ങിയ ശേഷം ഗംഗേച്ചി വിനീതിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് എന്താ കാവേരി, അങ്ങനെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റുന്നതാണോ, മനസ്സിൽ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ വിനീതേട്ടൻ്റെ ഈ ഭാഗത്തും തെറ്റുണ്ട്, വിനീതേട്ടൻ ആദ്യമേ തന്നെ ഗംഗേച്ചിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് പറയണമായിരുന്നു, അത് മനസ്സിൽ വെച്ച് നടന്നിട്ട് പറയാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഗംഗേച്ചിയുടെ മനസ്സ് വേറെ വേറെ ഇഷ്ടങ്ങളിലേക്കൊക്കെ പോവുകയാണ് ചെയ്തത്, പുതിയ ആൾക്കാർ, പുതിയ സ്നേഹങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഗംഗേച്ചി ആഗ്രഹിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് വിനീതേട്ടൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ കാവേരി അഭിപ്രായത്തിൽ ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയണം എന്നാണല്ലേ എന്ന് നിവിൻ ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും പറയുക തന്നെ വേണം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇപ്പം നിവിൻ എന്നോട് പ്രണയമുണ്ട്, ഭയങ്കര പ്രണയമാണ് ചോദിക്കാൻ കേട്ടോ. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പേടിക്കണ്ട, നിവിനിപ്പം എന്നോട് ഭയങ്കര പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നിവിൻ ഒരുപാട് എന്നെ സ്നേഹിച്ചിട്ട് കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ എന്നെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ആ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ അത് തിരിച്ചു തരും, ഞാൻ വേറെ ഭാഗത്തേക്കല്ലേ പോകുള്ളൂ എന്ന് ചോദിക്കാൻ കേട്ടോ. ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം തുറന്നു പറയാനാണല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയെന്ന് പറയും. പിന്നെ ശാരദരെ എടുത്ത് വന്നിട്ട് പൂജാരി പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിശ്ചയം നടത്തിയിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാറുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഈ കല്യാണം നടക്കൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് പൂജാരി ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ശാരദയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവാണ്. എൻ്റെ മോൾ ഗംഗയുടെ കല്യാണം ഉറപ്പായിട്ടും നടക്കും എന്നൊക്കെ പറയുകയാണേ. ഈ സമയത്ത് അവിടേക്ക് ജയബാലൻ വരികയാണ് കേട്ടോ.
ജയപാലൻ വന്ന് നിന്നിട്ട് ശാരദയുടെ അടുത്ത് വന്നിക്കുമ്പോഴേക്കും ശാരദ വേഗം തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്തേന്ന് ചോദിക്കാണ് രാധമ്മ. അപ്പോൾ രാധമ്മനോട് പറയണം അവിടെ ജയപാലൻ വന്നിട്ടുണ്ട്. ജയപാലൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ വേഗം തന്നെ രാധമ്മ ജയപാലിൻ്റെ അടുത്തേക്ക് പോകട്ടോ. അപ്പോൾ ഗംഗയുടെ അടുത്ത് വന്നിട്ട് ശാരദ പറയുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കും എന്ന് തന്നെ പറയുകയാണ്. ഇതേ സമയം ജയപാലനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൂജാരി എടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ചെക്കന് ആക്സിഡൻറ്റ് പറ്റി, അതുകൊണ്ട് ഈ കല്യാണം നടക്കൂല, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് അയാൾക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട് അയാളെ പറഞ്ഞയക്കുകയാണ്. പിന്നെ രാധമ്മ വന്നിട്ട് പറയും, ഈ കല്യാണം നടത്താൻ ആരുമില്ല മോനെ, നീ എന്തെങ്കിലും വന്നല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. അതിനെന്താ കല്യാണം നടക്കൂലെന്ന് ചോദിക്കുമ്പോൾ വിനീത് ഇതുവരെയും വന്നിട്ടില്ല, വിനീതിനെ സുജാത വിടുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ വേഗം തന്നെ ജയപാലൻ ശാരദയുടെ അടുത്തേക്ക് വരാനുണ്ട്. അത് ശാരദയുടെ അടുത്ത് വന്നിട്ട് ശാരദേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഈ കല്യാണം നിശ്ചയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള ആൾക്കാർ പറയുന്നത്, ഒരില ചോറ് ആൾക്കാർക്ക് കൊടുക്കാതെ എന്നും തിരിച്ച് പറഞ്ഞയക്കുന്നത് മോശമല്ലേ, ഈ കല്യാണമെങ്കിലും ഈ പെങ്കുച്ചിനെ നടത്തി കാണിച്ചു കൊടുക്കാനൊക്കെ പറയാൻ കേട്ടോ. ജയപാലേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ജയപാലേട്ടാന്ന് നീ ശാരദ വിളിക്കണ്ട, കാരണം അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ജയപാലേട്ടാന്ന് വിളിച്ച് നാക്കുകൊണ്ട് വേറെ വിളിപ്പിക്കരുന്നല്ലേ, അതുകൊണ്ട് ഏട്ടാ വിളി അങ്ങോട്ട് നിർത്തിക്കോ, ഞാനും ഇപ്പോൾ സാധാരണ ഒരു വിളിച്ച് വരുത്തിയ ഒരു അതിഥിയുടെ പോലെ തന്നെയാണ് നിൽക്കുന്നത്, ഈ കല്യാണമെങ്കിലും നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് കേട്ടോ. അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. 2 എപ്പിസോഡിനും കൂടി ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ പ്രമോ കാണിക്കുന്നത് ഇവർ നൈറ്റിയും സാധനങ്ങളൊക്കെ സാരിയൊക്കെ മാറി ഇവർ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. പക്ഷേ വിനീതിനെ പുറത്തിറക്കിയിട്ടില്ല, വിനീത് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഗംഗ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുകയാണ് കേട്ടോ, റോട്ടിൽ കൂടെ നടന്നു പോവുകയാണ്, വെയിലത്ത് ഇറങ്ങി പോകുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഇങ്ങനെ കല്യാണ വേഷത്തിൽ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തലയിൽ കൂടെ സാരിയൊക്കെ ഇട്ടിട്ടാണ് ഗംഗ ഇങ്ങനെ പോകുന്നത്. ഇതേ സമയം ജയപാലനാണെന്നുണ്ടെങ്കിൽ കല്യാണം നടക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അമ്പലത്തിൽ തന്നെ വെച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കാവേരി ഓട് പൊളിച്ചിട്ട് വിനീതിൻ്റെ റൂമിലേക്ക് കയറി പോകാൻ കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ വിനീത് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്നതിനും എന്നെ എൻ്റെ റൂമിലെത്തി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയതിനൊക്കെ നന്ദിയുണ്ട്, പക്ഷേ എനിക്ക് ഒരിക്കലും നിങ്ങളെ കൂടെ വരാൻ കഴിയില്ല എന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ കല്യാണം നടക്കൂല എന്നുള്ള രീതിയിൽ തന്നെയാണ് വിനീത് പറയുന്നത്, അമ്മയുടെ സമ്മതമില്ലാതെ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നിവിന് ദേഷ്യം വന്നിട്ട് വിനീതിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത്, എന്താണ് നീ പറഞ്ഞത്, ഈ കല്യാണം നടക്കൂല എന്നാണോ എന്നൊക്കെ പറയുമ്പോൾ കാവേരിയൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്.